Hello everyone, welcome back to our new class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടിമ്പറിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡിന്റെ കമേഴ്ഷ്യൽ ഫോമിനെയാണ് നമ്മൾ ടിമ്പർ എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ലംബർ. വുഡ് നമ്മൾ ഫെൽ ഡൗൺ ചെയ്തതിന് ശേഷം അതിനെ യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പ് ചെയ്ത് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ടിമ്പർ അതല്ലെങ്കിൽ ലംബർ എന്ന് പറയുന്നത്. ഓക്കെ. Classification of timber is based on IS 399 ആണ് 1963 and അതിന്റെ ബേസിൽ നമ്മൾ 6 ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ is based on growth, next is based on position, based on modulus of elasticity, based on availability, based on durability and based on seasoning of timber. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ബേസ്ഡ് ഓൺ പൊസിഷൻ. ബേസ്ഡ് ഓൺ പൊസിഷൻ നമ്മൾ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സോജീനിയസ് ട്രീസ് ആൻഡ് എൻഡോജീനിയസ് ട്രീസ്. എക്സോജീനിയസ് ട്രീസ് എന്ന് പറയുമ്പോൾ ഔട്ട്വേർഡ് ഗ്രോത്ത് ഉള്ള ട്രീനെയാണ് നമ്മൾ എക്സോജീനിയസ് ട്രീ എന്ന് പറയുന്നത്. അഗെയിൻ അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കോണിഫേഴ്സ് ആൻഡ് ഡെസിഡിയസ് ട്രീസ്. അപ്പോൾ കോണിഫേഴ്സ് ട്രീസ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് വുഡ് ആണ്, അതിന് എക്സാമ്പിൾ ആണ് പൈന്. ഡെസിഡിയസ് ട്രീസ് എന്ന് പറയുമ്പോൾ ഹാർഡ് വുഡ് ആണ്, എക്സാമ്പിൾ ആണ് ടീക്ക്. ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ എൻഡോജീനിയസ് ട്രീ എന്ന് പറയുന്നത് ഇൻവേർഡ് ഗ്രോത്ത് ഉള്ള ട്രീ. എക്സോജീനിയസ് ഔട്ട്വേർഡ് ഗ്രോത്ത് ആണെങ്കിൽ എൻഡോജീനിയസ് ട്രീസ് ഇൻവേർഡ് ഗ്രോത്ത് ഉള്ള ട്രീനെയാണ് നമ്മൾ എൻഡോജീനിയസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബാംബു. ഇനി നമുക്ക് കോണിഫേഴ്സിന്റെയും ഡെസിഡിയസ് ട്രീസിന്റെയും പ്രോപ്പർട്ടീസ് നോക്കാം. സോഫ്റ്റ് വുഡ് അതല്ലെങ്കിൽ കോണിഫേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ എവർഗ്രീൻ ട്രീസ് ആണ്. നമ്മൾ എപ്പോഴും എഞ്ചിനീയറിംഗ് ടേമിൽ എടുക്കുമ്പോൾ സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ് എന്നാണ് കോണിഫേഴ്സിനെ ഡെസിഡിയസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത് ദേ ആർ എവർഗ്രീൻ ട്രീസ് ആണ്, നീഡിൽ ലൈക്ക് ലീവ്സ് ആണ് ആൻഡ് ലൈറ്റ് ഇൻ വെയിറ്റ്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ ദേ ആർ ലൈറ്റ് ഇൻ വെയിറ്റ്, ലൈറ്റ് ഇൻ കളർ, റെസിനിയസ് ആണ്. അതായത് ഇത് പ്രൊഡ്യൂസ് റെസിൻ, അത് ഒരു കറ പോലത്തത് അറിയാലോ, ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ് റെസിൻ. അത് ബഗ്സിന്റെ എഫക്റ്റിൽ നിന്ന് ട്രീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് വുഡ് റെസിൻസ് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് അതിന് എക്സാമ്പിൾ ആണ് പിന്നെ, ചെറ്, പൈൻ. ദെൻ ഹാർഡ് വുഡിലേക്ക് വരികയാണെങ്കിൽ ദേ ആർ ഡാർക്ക് ഇൻ കളർ, നോട്ട് റെസിനിയസ് ആണ്. ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ ഹെവി വെയിറ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി എഞ്ചിനീയറിംഗ് പേർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് വുഡ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഷിഷാം, ഓക്ക്, ടീക്ക്. ഓക്കെ. അപ്പൊ ഇതാണ് ബേസ്ഡ് ഓൺ ദ ഗ്രോത്ത് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ബേസ്ഡ് ഓൺ പൊസിഷൻ. പൊസിഷൻ അനുസരിച്ചിട്ട്, അതായത് സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ് ടിമ്പർ വുഡ് എങ്കിൽ അതിനെ നമ്മൾ ലിവിങ് ട്രീ ആണ്. ദെൻ റഫ് എന്ന് പറയുന്നത് എന്താണ്? എ പാർട്ട് ഓഫ് ഫെൽഡ് ട്രീ. ഫെൽഡ് ട്രീന്റെ പാർട്ടിനെയാണ് നമ്മൾ റഫ് ടിമ്പർ എന്ന് പറയുന്നത്. കൺവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ലോഗ്സ് ഓഫ് ടിമ്പർ കൺവേർട്ടഡ് ടു ഡിഫറെന്റ് ഫോം ആണ്. സിമ്പിൾ ആണിത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെയിന് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി കുറയും അല്ലെ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, അപ്പൊ സ്ട്രെയിന് കൂടി കഴിയുമ്പോൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി കുറയും. നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പൊ നമ്മളൊരു റബ്ബർ, ടീക്കൊക്കെ എടുക്കുകയാണെങ്കിൽ റബ്ബറിനാണ് അല്ലെ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് കൂടുതൽ. ഏതിലാണ് വരുന്നത്? റബ്ബറിനാണ്. എന്നാൽ ടീക്കിന് അത് കുറവാണ്. സോ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് ടീക്ക് കൂടുതലായിരിക്കും ദാൻ ദാറ്റ് ഓഫ് റബ്ബർ. അപ്പോൾ അതിനെ നമ്മൾ ABC എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻ ആണിത്. ബേസ്ഡ് ഓൺ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ക്ലാസിഫിക്കേഷനിൽ ഗ്രൂപ്പ് ഇന്റെ റേഞ്ച് എത്രയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് സി എന്താണ്, അങ്ങനെ അല്ലെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ത് ബേസിലാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 12.5 ആണെങ്കിൽ അത് നമ്മൾ ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ബിറ്റ്വീൻ 9.8 to 12.5 ആണെങ്കിൽ ഗ്രൂപ്പ് B ക്ലാസിഫിക്കേഷൻ ആണ്. 5.6 to 9.8 ആണെങ്കിൽ ഗ്രൂപ്പ് C ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക,
ടിമ്പർ എപ്പോഴും അതിൻ്റെ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രെയിൻ അത് സ്ട്രോങ് ആയിരിക്കും. ആൻഡ് അത് when comparing to the parallel to the direction of grain along the direction perpendicular to the grain അത് weaker ആയിരിക്കും. അതായത് modulus of elasticity of direction perpendicular to the grain to the value in direction parallel to the grain perpendicular to the modulus of elasticity perpendicular divided by parallel എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1/20 to 1/12 ആണ്. അതായത് പാരലൽ ഡയറക്ഷനിൽ 20 ടൈംസ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ് അതിൻ്റെ സ്ട്രെങ്ത് വരുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പെർപെൻഡിക്കുലർ ടു പാരലൽ റേഷ്യോ ഓഫ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് 1/20 to 1/12 ആണ്. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി. ടിമ്പറിന്റെ അവൈലബിലിറ്റി വെച്ചിട്ട് പെർ ഇയർ എത്രയാണ് ഒരു ടിമ്പർ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മൾ XYZ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ XY ഇഫ് മോർ ദാൻ 1415 മീറ്റർ ക്യൂബ് ആണെങ്കിൽ അതിന് X ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഒരു ടിമ്പർ പെർ ഇയർ 1415 മീറ്റർ ക്യൂബിനേക്കാൾ കൂടുതൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ X ക്ലാസിഫിക്കേഷൻ. Y ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 355 to 1415 മീറ്റർ ക്യൂബ് ആണ് അതിൻ്റെ അവൈലബിലിറ്റി. ബിറ്റ്വീൻ ദിസ് വാല്യൂ ആണെങ്കിൽ Y ക്ലാസിഫിക്കേഷൻ. ലെസ് ദാൻ 355 മീറ്റർ ക്യൂബ് ആണ് അതിൻ്റെ അവൈലബിലിറ്റി പെർ ഇയർ എങ്കിൽ അതിനെ നമ്മൾ Z ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി. ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ ഹൈ ഡ്യൂറബിൾ ടിമ്പറിന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 120 മന്ത് ആണ്. അതായത് ഗ്രേറ്റർ ദാൻ 10 ഇയേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹൈ ഡ്യൂറബിൾ ടിമ്പർ എന്ന് പറയും. മീഡിയം ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 60 to 120, അതായത് 5 to 10 ഇയേഴ്സ് ആണെങ്കിൽ മീഡിയം ഡ്യൂറബിൾ ടിമ്പർ എന്ന് പറയും. ആൻഡ് ലെസ് ദാൻ 5 ഇയേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ലോ ഡ്യൂറബിൾ ടിമ്പർ എന്ന് പറയും. അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി ടിമ്പറിന്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ സീസണിങ്, അതല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ റിഫ്രാക്ടറി പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റിഫ്രാക്ടറി ടിമ്പർ, മോഡറേറ്റ്ലി റിഫ്രാക്ടറി ടിമ്പർ, ഹൈലി റിഫ്രാക്ടറി ടിമ്പർ, അതല്ലെങ്കിൽ ഹൈ, മീഡിയം, ലോ, അതിനെ ക്ലാസ് ABC എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോൺ റിഫ്രാക്ടറി ടിമ്പർ അതല്ലെങ്കിൽ ലോ റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറയുമ്പോൾ റാപ്പിഡ്ലി സീസൺ ആണ് ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ ഫ്രം ഡിഫെക്ട്സ് ആണ്. ഇവിടെ നോക്കൂ, it can be seasoned even in open air and sun. അതിന് എക്സാമ്പിൾ ആണ് നമുക്ക് ടിയോഡാറും സിമോളും. Then moderately refractory timber, അതായത് medium, may be seasoned free from defect. Timber have a tendency to split and crack during season. Seasoning ചെയ്യുമ്പോൾ ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. And they are therefore be protected against rapid drying condition. അതിന് എക്സാമ്പിൾ ആണ് മാംഗോ, റോസ്വുഡ്, സീസോ, ടീക്ക് ഒക്കെ. Then highly refractory timber, അതിന് class A classification, likely to be damaged severely during seasoning. They are difficult to season. അതിന് എക്സാമ്പിൾ ആണ് wood, hoop, laurel, sal, etc. പിന്നെ cost of seasoning of timber will naturally depend on the thickness of timber and type of timber with respect to seasoning. It will be more for highly refractory timber. Highly refractory timber കോസ്റ്റ് കൂടുതലായിരിക്കും when compared to low refractory timber. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ആസ് പെർ IS 399 വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഇനി ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ആസ് പെർ IS 287 1993 ക്ലോസ് 3 ഇത് ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള. ഇത് പ്രീവിയസ് ഹരിയാന PSC അങ്ങനെ ഏതൊരു PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ PSCയിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റും കൂടെ ഇവിടെ കീപ്പ് ചെയ്തത്. അതായത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീസണൽ ചേഞ്ചസ് ഇൻ ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിമ്പർ അറ്റ് 12 ലൊക്കാലിറ്റീസ് ഇൻ ഇന്ത്യ. അങ്ങനെ അതായത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീസണൽ ചേഞ്ചസ് ഇൻ ടിമ്പർ ബേസ്ഡ് ഓൺ ദ മോയ്സ്ചർ കണ്ടന്റ്. ഓരോ സീസണിലും മോയ്സ്ചർ കണ്ടന്റ്, ടിമ്പറിൽ ഉണ്ടാവുന്ന മോയ്സ്ചർ കണ്ടന്റിന്റെ ഡിഫറൻസ് വെച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4 എന്ന് പറഞ്ഞിട്ട്. അതിൽ സോൺ 1 എന്ന് പറഞ്ഞാൽ
average annual relative humidity less than 40% ആണെങ്കിൽ അതിനെ zone 1 എന്ന് 40 to 50% ആണെങ്കിൽ zone 2 എന്ന് classify ചെയ്യും. 50 to 67% ആണെങ്കിൽ zone 3 എന്ന് classify ചെയ്തിട്ടുണ്ട്. and greater than 67% ആണെങ്കിൽ zone 4 എന്ന് പറഞ്ഞിട്ട് classify ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് IS 287 പ്രകാരമുള്ള classification ആണ്. based on 399 1963 പ്രകാരമാണ് നമ്മൾ ഈ പറഞ്ഞ 6 ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഏതൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ യുഡമിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സിമെന്റിന്റെ ക്ലാസ് ആണ്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും യുഡമി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതിൽ സിമെന്റിന്റെ ക്ലാസ് ആണ് ഞാൻ ആദ്യത്തെ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ നോട്ട്സ് അവൈലബിൾ ആണ്, വീഡിയോ ക്ലാസ്സസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യും, എല്ലാം ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യുഡമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ് ഒന്ന് പോയിട്ട് കാണും. ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രീ കോഴ്സ് ഒരു തിയറി ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പ്രൈമവേറിൻ്റെയും അതുപോലത്തെ സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അതൊന്ന് ക്ലാസ്സുകൾ പോയിട്ട് യുഡമി ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ്സുകൾ ഒന്ന് പോയിട്ട് കാണാം. ആൻഡ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണ് ആവശ്യമുള്ളത് എന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.